ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാണ് തിരുവനന്തപുരം കടൽ തീരത്തിൻ്റെ മനോഹരമൊത്ത് വെട്ടുകാട് ബീച്ച്. നീളപ്പടർന്ന സ്വർണ്ണ മണൽ തീരവും അതിനു മുകളിലൂടെ അന്തമില്ലാതെ നീളുന്ന നീലാകാശവും ചേർന്ന് ഒരഫ്രപാളിയായ ദൃശ്യം തീർക്കുന്നു. മണൽ തീരത്ത് ചെറിയ ബോട്ടുകൾ, മത്സ്യത്തൊഴിലാളികൾ, വല നന്നാക്കുന്ന കാഴ്ചകൾ എല്ലാം ചേർന്ന് വെട്ടുകാടിൻ്റെ നിത്യജീവിതത്തിൻ്റെ ഒരു നിമിഷം കാണാൻ നമ്മെ അനുവദിക്കുന്നു. അനന്തമായ കടലും നുരഞ്ഞൊഴുകുന്ന ആ വെള്ളവും മണൽ തീരത്തെ പുൽകിപ്പോകുന്ന തിരമാലകളും എല്ലാം ചേർന്ന് വലിയൊരു ക്യാൻവാസ് നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടുന്നു. തിരമാലകളിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വീശി അടിച്ചുകൊണ്ടിരിക്കുന്നു. തീരത്തൊരു വശത്ത് കാറ്റിൽ ആടുന്ന തെങ്ങോലകൾ കടലിൻ്റെ നീല നിറത്തോടൊപ്പം നൃത്തം ചെയ്യുന്ന പച്ച പെയിന്റ് സ്പർശങ്ങൾ പോലെ തോന്നിക്കുന്നു. കടലിൻ്റെ തരംഗങ്ങൾ ആനന്ദമായി വരുന്നു. മൃദുവായി പൊങ്ങിയും പിന്മാറിയും മണലിൽ മനോഹരമായ രേഖകൾ വരച്ച് പ്രകൃതിയുടെ സ്വന്തം ചിത്രങ്ങൾ പോലെ മാറുന്നു. നീലാകാശവും നീലക്കടലും സമന്വയിക്കുന്ന ഒരപൂർവ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂര്യൻ മുകളിലേക്ക് കയറുമ്പോൾ കടലിൻ്റെ വെള്ളം തിളങ്ങി നൃത്തം ചെയ്യുന്നു. മണൽ സ്വർണം പോലെ തെളിഞ്ഞു കാണാം. കാറ്റും വെളിച്ചവും ചേർന്ന ഒരു അത്ഭുത നിമിഷം. സൂര്യൻ മുകളിലേക്ക് കയറുമ്പോൾ കടലിൻ്റെ വെള്ളം തിളങ്ങി നൃത്തം ചെയ്യുന്നു. മണൽ സ്വർണം പോലെ തെളിഞ്ഞു കാണാം. കാറ്റും വെളിച്ചവും ചേർന്ന ഒരു അത്ഭുത നിമിഷം. അല്ല, ഇതാണ് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും, കറക്റ്റായിട്ട് കിട്ടും. തിരുവനന്തപുരത്തെ ബീച്ചുകളിലെല്ലാം നമ്മൾ തെങ്ങാണ് ബീച്ചിൻ്റെ സൈഡിലുള്ള വൃക്ഷങ്ങൾ കാണുന്നത്. നമ്മൾ കുറച്ച് വടക്കോട്ട് മാറുമ്പോൾ മിക്കവാറും ഇപ്പം കണ്ടുവരുന്നത് എറണാകുളം, കൊച്ചിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കണ്ടുവരുന്നത് മിക്കവാറും ചൂള മരങ്ങളൊക്കെയാണ്
കടലോരങ്ങളിൽ ഈ ബീച്ചുകളുടെ അടുത്തൊക്കെ വെച്ച് കണ്ടിരിക്കുന്നത്. കൽപ്പവൃക്ഷങ്ങളുടെ പ്രസക്തി തിരുവനന്തപുരം ഭാഗത്ത് ഇതുവരെയായിട്ടും നഷ്ടപ്പെട്ടിട്ടില്ലെന്നുള്ളതാണ് അതിൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓരോ തിരമാലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം വന്ന് ഇവിടെ നമ്മുടെ കരയിലടിച്ച് തകർന്ന് പതിയെ പിന്നോട്ട് പോകുമ്പോഴും അതിലേക്ക് ശക്തമായിട്ട് പുതിയ തിരമാലകൾ പുറകിൽ നിന്ന് ഇങ്ങനെ തീരത്തോട് പുൽകാൻ വെമ്പൽ കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പതഞ്ഞാണ് വെള്ളം തീരത്തോടടുക്കുമ്പോൾ ഒഴുകുന്നത്. തരിമണലിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും കടലിലേക്ക് തന്നെ വർദ്ധിത വീര്യത്തോടെ വരാൻ വേണ്ടി ആ വെള്ളം വീണ്ടും കടലിലേക്ക് പോവുകയാണ്. അടുത്ത തിരമാലയോട് കൂടി അവൻ വീണ്ടും ഈ മണലിലേക്ക് അടിച്ചു കയറുന്നു. ഇടയ്ക്ക് അവിടെ ഇവിടെ പക്ഷികൾ പറക്കുന്നുണ്ട്. കരകടിയുന്ന മീനോ അല്ല അതുപോലെയുള്ള എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള സാധനങ്ങൾ കുത്തി തിന്നാനാണെന്ന് തോന്നുന്നു. നമുക്കിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. കുറച്ച് ആൾക്കാരെ ബീച്ചിലുള്ളൂ. ഇതാണ് പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിലുള്ള പ്രസിദ്ധമായ വെട്ടുകാട് പള്ളി. പള്ളിയുടെ
മുറ്റത്തും അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഈ ബീച്ചിൻ്റെ സൈഡിലും എല്ലാം ഇതുപോലെ വള്ളങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ വള്ളത്തിൽ ഈ കയറൊക്കെ കുറേ എണ്ണം ഇങ്ങനെ വലിച്ച് വട്ടത്തിൽ കെട്ടുകളാക്കി വയ്ക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അടുത്ത മീൻപിടുത്തത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ പ്രിപ്പറേഷനാണെന്ന് തോന്നുന്നത്. പൂർവാധികം ശക്തിയോടെ തിരമാലകൾ ഇങ്ങനെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചാനൽ ബെന്നീസ് വ്ലോഗ്സ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.